ഹലോ ഗൈസ്, ഞാനപ്പോൾ ചട്ടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് സിമൻറ്റും കുറച്ച് പാറപ്പൊടി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്താൽ മതി. തോനെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. കുറച്ച് വെള്ളം ആകുമ്പോഴുള്ളൂ അത് നമുക്ക് പിടിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ നമ്മൾ പഴയ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു, അതിലാണ് കേട്ടോ ഉണ്ടാക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, തോനെ വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പം നമുക്ക് ലൂസായാൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പഴയൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു, അതിൽ നമ്മളിങ്ങനെ ആ സൈഡിലിങ്ങനെ വെച്ച് പിടിപ്പിക്കുക വേണ്ടത് കേട്ടോ. വേറൊരു ബക്കറ്റൊന്നും ഞാൻ എടുത്തില്ല, ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ 10 കിലോ സിമൻറ്റാണ് വാങ്ങിയത്. സിമൻറ്റ് കൊണ്ട് എത്ര ചട്ടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ. അങ്ങനെ ഞാൻ 11 ചട്ടി ഉണ്ടാക്കി. അപ്പം ആ ചട്ടികളൊക്കെ പെയിൻ്റ് അടിക്കാൻ എൻ്റെ ശ്രീക്കുട്ടനും അടുത്തുള്ള വീട്ടിലത്തെ മിന്നയും റീഫൊക്കെയാണ് പെയിൻ്റ് അടിക്കാൻ കൂടിയത്. പെയിൻ്റ് അല്ല കേട്ടോ, കാവിയും സിമൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ അടിച്ചത്. കുറച്ചും കൂടി ചട്ടിക്കൊരു ബലം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ മക്കളൊക്കെ വെയിലത്തിരുന്നാണ് അടിക്കുന്നത്, പാവം. എന്നെ സഹായിക്കാൻ വന്നതാണ് അവരൊക്കെ. അങ്ങനെ ചട്ടിയൊക്കെ ഇതാ അടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ചട്ടികളും പെയിൻ്റ് അടിച്ച് വെയിലത്ത് വെച്ചു. എന്നിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ ചെടികളൊക്കെ വെച്ചു. പഴയ ബൊഗൈൻവില്ല ഉണ്ടായിരുന്നു, കുറച്ച് പ്രായം 2-3-4 വർഷം പ്രായമുള്ള ബൊഗൈൻവില്ലയൊക്കെ പഴയ ചട്ടിയിൽ നിന്ന് പുതിയ ചട്ടിയിലേക്ക് വെച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എൻ്റെ ഇപ്പം മക്കൾ സഹായിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ചട്ടിയിൽ നിന്ന് ഞാൻ ഓരോ ചട്ടിയിലേക്ക് മാറ്റി വെച്ചു. പഴയ ചട്ടിയിൽ പുതിയ ചെടികളും വെച്ച് പിടിപ്പിച്ചു കേട്ടോ. കുറച്ച് ചെടികൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് പഴയ ചട്ടിയിലേക്ക് വെച്ചു. അങ്ങനെ ഞാൻ ചട്ടികളൊക്കെ സെറ്റാക്കി. ശ്രീക്കുട്ടൻ ഇതൊക്കെ കണ്ടിട്ട് അവന് ഓരോന്ന് ചെയ്യാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും കുറേ സഹായിച്ചു. ഇപ്പോൾ വെയിൽ കൊള്ളണ്ട ഇതൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ച് നിർത്തിയതാണ് അവനെ. അങ്ങനെ ഇതേ ചട്ടിയിലൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മതിലൊന്നും തേക്കാത്തത് കൊണ്ട് പക്ഷേ അത്ര തന്നെ ഭംഗി കിട്ടുന്നില്ല, എന്നാലും ഞാനൊക്കെ വെച്ചിട്ട് വേണം മതിലേക്ക് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ ചട്ടി ഭയങ്കര വെയിറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ചട്ടി മാറ്റി 11 പുതിയ ചട്ടി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ 11 പുതിയ ചട്ടിക്ക് 11 പഴയ ചെടികളാണ് വെച്ചത്. പിന്നെ അങ്ങനെ ശ്രീക്കുട്ടന് ഒതുങ്ങിയിരിക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ ഇപ്പം മണ്ണ് മിക്സ് ചെയ്യാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ശ്രീക്കുട്ടന് അങ്ങനെയൊക്കെ പണി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്ത് പണി ചെയ്യുന്നു അതിലൊക്കെ ശ്രീക്കുട്ടൻ ഉണ്ടാകും. അങ്ങനെ എന്നോട് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു ശ്രീക്കുട്ടൻ. അങ്ങനെ ചട്ടികളൊക്കെ റെഡിയാക്കി. പൊരി വെയിലായിരുന്നു. അപ്പോൾ എന്നാലും ശ്രീക്കുട്ടൻ ഒഴിഞ്ഞ് നിൽക്കണേ ഉണ്ടായിരുന്നില്ല, ഓനെല്ലാത്തിനും എൻ്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു. ലിഫു അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവനോട് ഓരോ കാര്യം ചോദിക്കുമ്പോൾ അവന് ഭയങ്കര മടിയായി. അവരൊക്കെ എന്നെ നല്ല സഹായിക്കുന്ന കുട്ടികളാണ് കേട്ടോ. ശ്രീക്കുട്ടനാണെങ്കിലോ ചെടി പിടിക്കാനും ചട്ടി പിടിക്കാനൊക്കെ ഉഷാറായിരുന്നു. പക്ഷെ നല്ല മുള്ളുള്ളത് കൊണ്ട് ശ്രീക്കുട്ടൻ മെല്ലെ ഒന്ന് വിട്ട് നിന്നായിരുന്നു. രാത്രിയായപ്പോൾ നല്ല ഭംഗി, കിളികളെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ചട്ടിയിൽ പഴയ ചട്ടിയിൽ അത്ര വലിപ്പം തന്നെ ഉള്ളൂ, പുതിയ ചട്ടി പക്ഷേ ഡിസൈൻ വ്യത്യാസമുള്ളൂ. ചട്ടിയിൽ ഒരേപോലെ തന്നെ മണ്ണൊക്കെ കൊള്ളണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അടിയൊക്കെ കുറച്ച് ചെത്തി കളഞ്ഞിട്ട് എന്നിട്ടാണ് ഞാൻ ചെടി മാറ്റി വെച്ചത് വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ വേറെ വളമകളൊന്നും ഇടല്ല, സാധാ മണ്ണും കുറച്ച് ചാണകപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ശ്രീക്കുട്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുക്കിണ്ടായിരുന്നു. ആൻറ്റി എപ്പോഴും ആൻറ്റി വിളിച്ചുകൊണ്ടാണ് അവൻ. ഇങ്ങനെ ശ്രീകുട്ടൻ്റെ കോപ്രായത്തിലാണ് ഒക്കെ. അപ്പം അങ്ങനെ
ചട്ടികളൊക്കെ മാറ്റി കഴിഞ്ഞുകൊണ്ടിരുന്നിട്ട് വേണം ഞങ്ങൾക്ക് പുഴയ്ക്ക് കുളിക്കാൻ പോകണം. ആൻറ്റി പോര്, നമുക്ക് പുഴയിൽ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ തിരക്കിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു ദിവസം ഉണ്ടാട്ടോ. ഞങ്ങളെല്ലാവരും പുഴയിൽ പോയി ശ്രീകുട്ടനെ നീന്തൽ പഠിക്കണം പറഞ്ഞിട്ട് അങ്ങനെ നീന്താൻ പഠിക്കാനൊന്നും ശ്രീകുട്ടന് കമ്പല്ലായിരുന്നു. എന്നാലും ആ വെള്ളത്തിൽ കളിക്കണം എന്നുള്ള ഒരു ഉഷാറോട് കൂടെയാണ് ഞങ്ങളൊക്കെ പോയത്. റിഫു ഇതാ ഓരോന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. റിഫുവിൻ്റെ വീട്ടിലൊരു ചെടി പോലും ഇല്ല കേട്ടോ. എന്നാലും റിഫു ഇതിലെല്ലാം സഹായിക്കാൻ ഉഷാറാണ് അവൻ. ഇപ്പം ഞാൻ ചെടികളൊക്കെ വെച്ച് ഞാൻ എൻ്റെ മതിലൊക്കെ വെച്ചു കേട്ടോ. പക്ഷെ എൻ്റെ മതിൽ തേച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ചട്ടിക്ക് അത്ര ഭംഗി പോരാ. ഇനി എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ മതിലൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ട് ചട്ടീനെയൊക്കെ ഒന്നുകൂടി പെയിൻ്റ് അടിച്ചിട്ട് റെഡിയാക്കാം. പക്ഷെ എന്ന് തേക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അവസ്ഥ വളരെ മോശമായതുകൊണ്ട്. എന്നാലും ഉള്ളത് നല്ല ഇതിൽ വെക്കാലോ വിചാരിച്ചിട്ട് ഞാൻ ചട്ടിയൊക്കെ വൃത്തിയായി ഉണ്ടാക്കി. അങ്ങനെ 11 ചട്ടികളിൽ ഞാൻ ചെടി വെച്ചു. ബാക്കി പഴയ ചട്ടികളിലാണ് എൻ്റെ പുതിയ തൈകളെ ഞാൻ വെച്ചത്. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ പുതിയ വിശേഷങ്ങൾ. ഒക്കെ എല്ലാവരും കാണൂ കേട്ടോ.